ഹായ് ഫ്രണ്ട്സ്, +1 +2 മാർച്ചിലത്തെ എക്സാം ആഫ്റ്റർനൂണാണ് ഇപ്പോൾ ടൈം ടേബിൾ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് +1 +2 എക്സാം ആഫ്റ്റർനൂൺ വരുന്നത്. മുന്നേ 10ാം ക്ലാസ് ആഫ്റ്റർനൂൺ വന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മോർണിംഗ് ആക്കിയിരുന്നു. അപ്പോൾ ഇത് മോർണിംഗിലാക്കി കിട്ടുമോ, റംസാൻ മന്തല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. നമ്മളും ആകുലത ഷെയർ ചെയ്തിരുന്നു. എന്നാൽ ഒരു തരത്തിലും ഈ എക്സാം മോർണിംഗിലേക്ക് ഇനി വരില്ല, ആഫ്റ്റർനൂണ് തന്നെയാണ് എക്സാം നടക്കുക എന്ന കാര്യം തീരുമാനമായി. കഴിഞ്ഞ ദിവസങ്ങളിലായി വ്യത്യസ്ത ജില്ലകളിൽ നടന്ന പ്രിൻസിപ്പൽമാരുടെ മീറ്റിങ്ങിൽ എക്സാം ജഡി ഈ കാര്യം അറിയിച്ചു കഴിഞ്ഞു. അതിന് കാരണമുണ്ട്. കാരണം റംസാൻ മാസമാണ്. അപ്പോൾ സ്കൂൾ തലത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കുട്ടികളാണ് +1 +2. ചെറിയ കുട്ടികൾക്ക് റംസാൻ മന്ത് വ്രതം എടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷമൊന്നും വന്ന എക്സാം എഴുതുക എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അവർക്ക് രാവിലെ കൊടുക്കണം. പിന്നെ +1 +2 ആണ് കമ്പാരിറ്റീവ്ലി വലിയ കുട്ടികൾ, അതുകൊണ്ട് അവർക്ക് ഉച്ചയ്ക്ക് ശേഷം കൊടുക്കുക. മാത്രമല്ല, ഈ വർഷം +1 +2 എക്സാം +2 വിദ്യാർത്ഥികൾക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റിന് ചാൻസ് കൊടുത്തിരുന്നില്ല. അപ്പോൾ +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 18 എക്സാം 9 എക്സാം, അതായത് 9 ദിവസങ്ങളിലായിട്ടാണ് സാധാരണ എക്സാം നടക്കുക. 6 പേപ്പറേ ഒരു കുട്ടിക്കുള്ളൂ എങ്കിലും വ്യത്യസ്ത കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് തന്നെ 9 ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടത്തുക. അത് +1 ഇമ്പ്രൂവ്മെൻറ്റും +2 വരുമ്പോൾ 18 എക്സാം വന്നു. 18 എക്സാമാണ് +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു +2 വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും അവർ +2 6 പേപ്പറും മാക്സിമം 3 +1 ഒരു കുട്ടി എഴുതുന്നുണ്ടാവുള്ളൂ. പക്ഷേ വ്യത്യസ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം 18 ദിവസങ്ങളിലായിട്ട് എക്സാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ 18 ദിവസം മോർണിംഗ് കിട്ടൂല. അതുകൊണ്ട് തന്നെ ആഫ്റ്റർനൂൺ, അതായത് 10ാം ക്ലാസ്സിലെ എക്സാമൊക്കെ നടത്തേണ്ടിയിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് മോർണിംഗ് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ആഫ്റ്റർനൂൺ അങ്ങനെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഫൈനൽ ഒരു മാറ്റവും ഇല്ല. മാർച്ച് മാസത്തെ എക്സാം +1 +2 ആഫ്റ്റർനൂൺ തന്നെയാണ് നടക്കുക. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോപ്പി അടിച്ചതിൻ്റെയോ മാൽ പ്രാക്ടീസ് നടത്തിയതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുട്ടികളെ ഡയറക്ടറേറ്റിൽ വിളിപ്പിക്കുകയും ശിക്ഷ കൊടുക്കുകയും എക്സാം റദ്ദ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഈ വർഷവും അറിയിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു എക്സാമിന് ഒരു കുട്ടി മാൽ പ്രാക്ടീസ് കാണിക്കുകയോ കോപ്പി അടിക്കുകയോ തുണ്ടുകടലാസ് വെക്കുകയോ നോക്കി എഴുതുകയൊക്കെ ചെയ്താൽ ആ എക്സാം മാത്രമല്ല, അവൻ്റെ മുഴുവൻ എക്സാമും, അവൻ എഴുതുന്ന മുഴുവൻ പേപ്പറും ക്യാൻസൽ ചെയ്തിട്ട് അവന് ശിക്ഷ കൊടുക്കും. കഴിഞ്ഞ തവണ എഴുതാൻ അവസരം കൊടുത്തിരുന്നു. അല്ലെങ്കിൽ 3 വർഷത്തേക്ക് ഡീബാർ ചെയ്യുമോ, എക്സാം എഴുതാനുള്ള പെർമിഷൻ ഇല്ലാതാക്കും. അങ്ങനെ കടുത്ത ശിക്ഷയാണ്. അതായത് ഒരു തരത്തിലും മാൽ പ്രാക്ടീസ്, കോപ്പിയടി, നോക്കിയെഴുത്ത് അനുവദിക്കില്ല. അത് ചെയ്താൽ ആ ഒരു എക്സാമല്ല, മുഴുവൻ എക്സാമും റദ്ദ് ചെയ്ത് കഠിനമായ ശിക്ഷയാണ് കുട്ടികളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉഷാറായി പഠിച്ചോളൂ, എഴുതിക്കോളൂ. മാൽ പ്രാക്ടീസ് നടത്തി തെറ്റായ മാർഗത്തിലൂടെ മാർക്ക് വാങ്ങാമെന്ന് ആരും കരുതണ്ട. അപ്പം ഉഷാറായി ഇപ്പം തന്നെ നോക്കിക്കോളൂ. പ്രാക്ടിക്കൽ, തിയറി, എക്സാം എല്ലാം നന്നായി പഠിക്കും, നല്ല മാർക്ക് വാങ്ങും. ആഫ്റ്റർനൂണാണ് എക്സാം. ഇപ്പോഴേ പഠിച്ച് വെച്ചോളൂ. റംസാൻ വ്രതമൊക്കെ എടുക്കേണ്ടവർ, അപ്പോൾ ക്ഷീണമൊക്കെ വരും, നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പോഴേ എല്ലാം പഠിച്ച് സെറ്റാക്കുക. അപ്പോഴേ റിവിഷന് മാത്രം വേണ്ടുന്ന ഒരു കരുതൽ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ എക്സാമൊക്കെ ഇപ്പോൾ നിലവിലുള്ള അതേ ടൈം ടേബിളിനെ, അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. ആഫ്റ്റർനൂണ് തന്നെ കൃത്യമായിട്ട് നടക്കും. മാൽ പ്രാക്ടീസ് എന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റിയേക്ക് മനസ്സിൽ നിന്ന്. ഓക്കെ.